പരസ്യമായി ചുംബിച്ചാൽ പിഴ. എന്തിനായിരുന്നു ബ്രിട്ടനിൽ ആ ജൂലൈ 16-ന് ചുംബന നിരോധനം നടപ്പിലാക്കിയത്? ജൂലൈ 16 എന്ന ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 1439 ജൂലൈ 16-നാണ് ഇംഗ്ലണ്ടിലെ രാജാവ് ഹെൻറി ആറാമൻ രാജ്യത്ത് ചുംബന നിരോധനം പ്രഖ്യാപിച്ചത്. കാലങ്ങൾക്ക് മുമ്പ് ലോകത്തെ മുൾമുനയിൽ നിർത്തിയ രോഗമാണ് പ്ലേഗ്. ഇന്നത് നിയന്ത്രണ വിധേയമാണ്. അപൂർവമായി മാത്രമേ ഇന്ന് ഈ രോഗം ബാധിക്കാറുള്ളൂ. ചുംബനവും പ്ലേഗും തമ്മിൽ എന്ത് ബന്ധമാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ബ്ലൂ മോണിക് പ്ലേഗിനെതിരെ പോരാടാൻ ഇംഗ്ലണ്ട് സ്വീകരിച്ച മാർഗങ്ങളിൽ ഒന്നായിരുന്നു ചുംബന നിരോധനം. 1940-കളിൽ ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടമായിരുന്നു ഇത്. അക്കാലത്തായിരുന്നു ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന പ്ലേഗ് ബാധ യൂറോപ്പിൽ പലയിടത്തും പടർന്നത്. സിൽക്ക് റൂട്ടിലൂടെ യൂറോപ്പിലേക്ക് പകർന്ന മാരകമായ പകർച്ചവ്യാധിയായിരുന്നു ബ്ലാക്ക് ഡെത്ത് അഥവാ പ്ലേഗ്. ആദ്യം എലികളിലൂടെ സഞ്ചരിച്ച് പിന്നീട് ഗാസ്കോൺ പ്രവിശ്യ, അതായത് ആധുനിക ഫ്രാൻസ് വഴി ഇംഗ്ലണ്ടിലെത്തി. 1348-ൽ ആദ്യമായി ഇത് മനുഷ്യരിലേക്ക് ബാധിച്ചു. അവിടെ നിന്ന് രാജ്യത്തുടനീളം രോഗം പടരുകയായിരുന്നു. സംഖ്യകളിൽ വ്യത്യാസമുണ്ടെങ്കിലും ഇംഗ്ലീഷ് ജനസംഖ്യയുടെ കാൽഭാഗം ജനങ്ങൾ മുതൽ പകുതി വരെ ബ്ലൂമോണിക് പ്ലേഗ് മൂലം മരിച്ചതായി കണക്കാക്കപ്പെടുന്നു. യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് രോഗം ഒഴിഞ്ഞുപോയെങ്കിലും ഇംഗ്ലണ്ടിൽ ഇടയ്ക്കിടെ രോഗം വന്നും പോയും ജനജീവിതം ദുസ്സഹമായി കൊണ്ടിരുന്നു. ഒരു വൈദ്യത്തിനും ഫലപ്രദമായ ചികിത്സ കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. 1439-ൽ ബ്രിട്ടീഷ് രാജഭരണകൂടം ആളുകൾ തമ്മിൽ ചുംബിക്കുന്നത് നിരോധിച്ചു. കാരണം സൂക്ഷ്മ കണികകളാണ് രോഗബാധ ഉണ്ടാക്കുന്നതെന്ന ബോധം ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ചുംബനം നിരോധിക്കുന്നതിലൂടെ ഇത് തടയാമെന്ന് ഭരണാധികാരികൾ കരുതി. പലരും അനുകൂലിച്ചെങ്കിലും ചിലരൊക്കെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമായിട്ടാണ് ഇതിനെ കണ്ടത്. ആരെങ്കിലും ഈ നിയമം തെറ്റിച്ചാൽ അവരെ പരസ്യമായി നാണം കെടുത്തുകയും പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പ്ലേഗ് ബാധ വർദ്ധിച്ചതോടെ ആരെങ്കിലും ചുംബന നിരോധനം പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞിരുന്നതുമില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം നിരോധനത്തിന്റെ ശക്തി കുറയുകയും പൂർണ്ണമായി അപ്രത്യക്ഷമാവുകയും ചെയ്തിരുന്നു.